ഇന്നത്തെ യൂണിവേഴ്സിന്റെ അഥവാ പ്രപഞ്ചശക്തിയുടെ നിങ്ങൾക്കായി നൽകുന്ന ആ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാകുന്നു. അപ്പോൾ ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും അറിയുവാനായി നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി നിങ്ങൾക്ക് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കുവാനായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ ഒരു സന്ദേശം എന്താണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങാനായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിങ്ങളിൽ പലരിലും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പല ആളുകളും അഥവാ പല ആളുകളുടെയും ഇപ്പോഴത്തെ സാഹചര്യം ഇപ്രകാരമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടാകാം. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിനുള്ള പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിലായിരിക്കാം നിങ്ങൾ. ഇത്തരത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമത്തിന് ഒരു വിജയം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ശ്രമങ്ങൾ വെറുതെയാവില്ല എന്ന് തന്നെ പരാമർശിക്കാം. അത്തരത്തിൽ ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ രീതിയിലുമുള്ള നെഗറ്റീവായ ആ ഊർജങ്ങളും ചിന്തകളും ഇല്ലാതായി ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ നിലനിൽക്കുന്ന ആ ഇരുട്ട് മാറി പുതുവെളിച്ചത്തിലേക്ക് ജീവിതം എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ആളുകളുടെ ഊർജവും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രതീക്ഷയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല ജീവിതത്തിൽ പലപ്പോഴും ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. പക്ഷെ അപ്പോൾ ഒന്ന് തളർന്നു പോകാതെ ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നിങ്ങൾ നിലനിർത്താറുണ്ട് എന്നതും വാസ്തവമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി എല്ലാം കൊണ്ടും ഒരു മുന്നേറ്റം വന്നു ചേരും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും മുൻപുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ ആയാലും ചില ദുഷ്ടശക്തികൾ നിങ്ങളുടെ വളർച്ചയെ അസൂയപ്പെടുന്ന ചില മോശം ആളുകളുടെ മോശം പ്രവൃത്തികൾ, ദുഷിച്ചതായ വാക്കുകൾ, ഇവയൊക്കെ നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളിൽ പലർക്കും അത്തരം ഒരു അനുഭവം ഉണ്ട് എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലാതാക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിത യാത്രയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അത് നിങ്ങളെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ ശത്രുക്കൾക്ക് മേൽ നിങ്ങൾക്ക് ഒരു വിജയം എത്തിച്ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ സന്തോഷവും സമാധാനവും ആരാണ് ഇല്ലാതാക്കുവാനായി ശ്രമിക്കുന്നത്, ആരാണ് നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ, അവർക്ക് മേൽ ഒരു വിജയം നേടുവാൻ
ഒരു സമയമാണ് ഇനി നിങ്ങളിലേക്ക്, അത്തരത്തിലൊരു സമയമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്കുള്ള അവസരങ്ങളാണ് എത്തിച്ചേരാനായി പോകുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ജീവിത പാഠങ്ങളിൽ നിന്നുള്ള വിജയം ഇതിനോടകം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ഏത് രീതിയിലുള്ള സമീപനമാണ് വേണ്ടത് എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ച് കഴിഞ്ഞിരിക്കുന്നതാകുന്നു. നിങ്ങളിൽ ചില ആളുകൾ, എല്ലാവരുമല്ല ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളിലെ ആ ഒരു സന്തോഷം നിങ്ങളിലെ ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായി കഴിയുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുത്തതിലുള്ള സന്തോഷമായിരിക്കാം. എന്തായാലും നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നതാകുന്നു. പക്ഷേ ചില ആളുകളിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. പലരും മടി കയറി കൂടിയിട്ടുണ്ട്, അഥവാ പലരിലേക്കും ഒരു മടി കയറിയതായി കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ആലസ്യം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങളുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ആരോ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നതായ ഒരു അവസ്ഥ, അത്തരത്തിൽ ചില അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഉള്ളത്. നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റങ്ങൾ കടന്ന് വരുന്നുമുണ്ട്. ഊർജസ്വലമായി പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായി കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ദൈവാനുഗ്രഹം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കുന്നതുമാണ്. ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആശങ്കകൾക്ക് ഒരു അവസാനം തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരും, എത്തിച്ചേരും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങളിലേക്ക് വളരെയധികം സ്വാതന്ത്ര്യം കടന്ന് വരുന്നുണ്ട് എന്നും പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. പല ആളുകളുടെയും അല്ലെങ്കിൽ പല ആളുകളും മറ്റ് വ്യക്തികളുടെയും നിയന്ത്രണത്തിൽ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല ആളുകളുടെയും പല വ്യക്തികളുടെയും നിയന്ത്രണത്തിലായിരിക്കാം നിങ്ങൾ. അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും വേണ്ട എന്ന് വച്ച് ജീവിക്കേണ്ടതായ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്നും കാണുവാൻ സാധിക്കുന്നു. അതിൽ ഒരു മാറ്റം, സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കാം. നിങ്ങൾക്ക് ചുറ്റും ഉള്ളവരുടെ, നിങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നവരുടെ ആ ചിന്താഗതിക്ക് ഭഗവാൻ തന്നെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി തന്നെ ക്രമേണ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ അനുവാദത്തോടെ, പിന്തുണയോടെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക്
കടന്നു വരാനായി പോകുന്നത് എന്നും കാണുവാൻ സാധിക്കുന്നു. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത്തരം ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നും കാണുവാൻ സാധിക്കുന്നു. പിണങ്ങി മാറി നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ കാലമായി നിങ്ങളുമായി ഒരു രീതിയിലും ബന്ധമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനും നിങ്ങളുമായിട്ട് അടുപ്പമാകുവാനും സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങളാണ് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായ സൂചന. വിശ്വസിക്കുന്ന ശക്തിയെ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നും സന്ദേശത്തിലൂടെ. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും പോസിറ്റീവായി നിങ്ങൾ എപ്പോഴും ഇരിക്കുക.